ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ റാങ്ക് ബൂസ്റ്റർ ക്വസ്റ്റ്യൻസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ബയോളജിയിലെ ഒരു ചോദ്യമാണ്. കഴിഞ്ഞ LDC 2024 ഈ ചോദ്യം ചോദിച്ചത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ജീവകം ADCK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ഈ പ്രസ്താവന തെറ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഒത്തിരി തവണ പഠിച്ചതാണ് ഈ പറയുന്ന ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത്. അതായത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് അടയ്ക്ക്, ADEK. ശ്രദ്ധിക്കുക, കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ADEK, അടയ്ക്ക് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്നവ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് Bയും Cയുമാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ചോദ്യമാണ്. അടുത്ത പ്രസ്താവന നോക്കാം. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ഈ പ്രസ്താവന ശരിയാണ്. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം A സഹായിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ്. എല്ലുകളുടെ വളർച്ചയ്ക്കല്ല ജീവകം A. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് ജീവകം A എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്താവന നിലവിൽ എന്താണ്? തെറ്റാണ്. അടുത്തത് ജീവകം Kയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷനും, അതായത് ഈ ഒരു പ്രസ്താവനയും നിലവിൽ എന്താണ്? തെറ്റാണ്. ജീവകം K അല്ല, ജീവകം Cയുടെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്? സ്കർവി എന്ന് പറയുന്ന രോഗമുണ്ടാകുന്നത്. നാവികരുടെ പ്ലേഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സ്കർവി ആണെന്നുള്ളത് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പെല്ലഗ്ര എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ പ്രസ്താവന മാത്രമാണ് നിലവിൽ ശരിയായിട്ടുള്ളതുള്ളൂ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ജീവകം കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് എന്തെന്ന് പറയുന്നത് ജീവകം എന്ന് പറയുന്നത്. മക്കളെ ശ്രദ്ധിക്കുക, കോ എൻസൈം. ഓക്കെ, കോ എൻസൈം എന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ജീവകം എന്ന് പറയുന്നത്. അപ്പോൾ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ്. ഓക്കെ, കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് എന്തെന്ന് പറയുന്നത് ജീവകം എന്ന് പറയുന്നത്. ആകെ 13 ജീവകങ്ങളുള്ളതിൽ 8 എണ്ണമാണ് ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ആകെ എത്ര എണ്ണമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ 13 എണ്ണമാണ് ജീവകങ്ങൾ ഉള്ളത്. 13 എണ്ണമാണ് ജീവകങ്ങൾ. അതിൻ്റെ അകത്ത് 8 എണ്ണം എന്ന് പറയുന്നത് ജീവകം B കോംപ്ലക്സിൽ. ഓക്കെ, അപ്പോൾ 8 എണ്ണം B കോംപ്ലക്സിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ജീവകങ്ങൾ 8 എണ്ണം. അങ്ങനെ മൊത്തം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 എണ്ണമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ജീവകങ്ങളുടെ അവയുടെ ലയനത്തെ അടിസ്ഥാനമാക്കി പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ജീവകങ്ങളെ അവയുടെ ലയനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയായിട്ട് തരംതിരിക്കുന്നത്? രണ്ടായിട്ട് തരംതിരിക്കുന്നത്. നമുക്കറിയാം. അതായത് ഒന്ന് എന്താണ്? ഈ പറയുന്ന കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ഓക്കെ, കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും അതേപോലെ തന്നെ എന്താണ് നിലവിൽ എന്താണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. അങ്ങനെ രണ്ടായിട്ടാണ് നിലവിൽ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ജീവകങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവകങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം അവയുടെ ലയനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ രണ്ടായിട്ടാണ്. ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവ, ഒന്ന് ജലത്തിൽ ലയിക്കുന്നവ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ചോദിക്കാറുണ്ട്. അങ്ങനെ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ഏതെന്ന് പറയുന്നത് നമ്മളിത് തൊട്ട് മുമ്പ് പറഞ്ഞു അടയ്ക്കാണ് എന്തെന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്നവ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ, ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നവയെ അടയ്ക്കെന്നും, എന്നാൽ ജലത്തിൽ ലയിക്കുന്നവയാണ് BC എന്നിവയാണ് ജലത്തിൽ ലയിക്കുന്നവ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എപ്പോഴും PSC ചോദിക്കാറുണ്ട് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്, അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെ മാത്രം താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര പദാർത്ഥത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജീവകം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്
കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജീവകം എന്ന് പറയുന്നത്. ആകെ 13 എണ്ണമാണ് ജീവകങ്ങളുള്ളത്. അതിൽ 8 എണ്ണവും ബി കോംപ്ലക്സിൽ പെടുന്നവയാണ്. അതിൽ 8 എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, ജീവകങ്ങളുടെ അവയുടെ ലയനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം മക്കളെ? 2 ആയിട്ട് തരംതിരിക്കാം. അതിലൊന്നാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ, 2 ജലത്തിൽ ലയിക്കുന്നവ. വെരി വെരി ഇമ്പോർട്ടൻ്റ്. കൊഴുപ്പിൽ ലയിക്കുന്നവ, അതേപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്നവ. ഇതിൽ കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്നവ ബിയും സിയുമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും പഠിക്കാം. അതായത് ജീവകം എ എന്ന് പറയുന്ന വൈറ്റമിൻ, അത് അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും ഇവയുടെ ധർമ്മം എന്താണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ, അപ്പോൾ അത്രയെങ്കിലും നമുക്കൊന്ന് നോക്കാം. ആദ്യം ജീവകം എ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, മീനെണ്ണ എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ ഏതിലൊക്കെയാണ്? ക്യാരറ്റ് ഉണ്ട്, ചീരയുണ്ട്, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, മീനെണ്ണ ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഇവയുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന്, അതേപോലെ തന്നെ എന്താണ്, ത്വക്കിൻ്റെ ആരോഗ്യത്തിന്, അതേപോലെ തന്നെ മുടിയുടെയൊക്കെ ആരോഗ്യത്തിന് എന്താണ് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്തിൻ്റെയൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരറ്റിൽ, ചീരയിൽ, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, മീനെണ്ണ ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് വൈറ്റമിൻ എ. ഇവയുടെ ധർമ്മമാണ് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം. ഓക്കെ, അടുത്തത് ജീവകം ഡി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പാലുൽപ്പന്നങ്ങളിലും അതേപോലെ തന്നെ എന്താണ് മത്സ്യ എണ്ണ, മീനെണ്ണ എന്നിവയിലാണ് ജീവകം ഡി അടങ്ങിയിരിക്കുന്നത്. അതായത് എല്ലുകളുടെയും പല്ലുകളുടെയും പല്ലുകളുടെയും നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. അതായത് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് വൈറ്റമിൻ ഡി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, ഇനി വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്കറിയാം സസ്യ എണ്ണകൾ, മുട്ടയുടെ മഞ്ഞ, പാൽ, മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അപ്പോൾ സസ്യ എണ്ണ, മുട്ടയുടെ മഞ്ഞ, പാല്, മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, അതായത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാണ് ഈ പറയുന്ന വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്യ എണ്ണകൾ, മുട്ടയുടെ മഞ്ഞ, പാല്, മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവയിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് വൈറ്റമിൻ ഇ ആണെന്നുള്ളത് ഓർക്കുക. അടുത്തതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻ കെ അതായത് ക്യാബേജ്, ചീര, കോളിഫ്ലവർ, മുട്ട, മത്സ്യം, മാംസ്യം എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. നമുക്കറിയാം മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതായത് മുറിവ് ഉണ്ടായിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? രക്തം കട്ട പിടിക്കുന്നു. ഓക്കെ, അപ്പോൾ മുറിവുണ്ടായിക്കഴിയുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഏത് വൈറ്റമിൻ ആണെന്ന് ചോദിച്ചാൽ മക്കളെ അത് വൈറ്റമിൻ കെ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നമുക്കറിയാം ഈ പറയുന്ന മുറിവുണ്ടായി കഴിയുമ്പോൾ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹീമോഫീലിയ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അല്ലെങ്കിൽ എന്താണ് ഇതിനെ പറയുന്നത്? രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ക്രിസ്തുമസ് രോഗം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? നമ്മുടെ ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ ദിനം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഹീമോഫീലിയ ദിനം? ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത്. അതായത് നമ്മൾ എന്താണ് നിലവിൽ നമ്മുടെ ദേഹത്ത് മുറിവുണ്ടായിക്കഴിഞ്ഞാൽ 3-6 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവണം. അങ്ങനെ ക്ലോട്ട് ആയില്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഹീമോഫീലിയ എന്ന രോഗം. ഓക്കെ, അതായത് നമുക്ക് മുറിവുണ്ടായി കഴിയുമ്പോൾ 3-6 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം? ബ്ലഡ് ക്ലോട്ട് ആവില്ല. ആ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഹീമോഫീലിയ. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്, അപ്പോൾ രക്തത്തിൽ എന്താണ് ഈ പറയുന്ന വൈറ്റമിൻ കെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല?
മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കത്തില്ല. അങ്ങനെ നമ്മൾ രക്തം വാർന്നൊലിച്ച് മരിച്ചു പോകുന്നു. ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യനിലെ രക്തത്തിന് എത്ര ലിറ്ററാണ് രക്തത്തിൻ്റെ അളവെന്നുള്ളത് താഴെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്, LGS ലെവലിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കെയിൽ പറയേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 എണ്ണമാണ്. അതായത് നിലവിൽ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നവ. ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഈ 2 വൈറ്റമിൻ, അതായത് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിലൊക്കെയാണ് ഈ പറയുന്ന വൈറ്റമിൻ ഏതെന്ന് പറയുന്നത് ബി കാണപ്പെടുന്നത്. ധാന്യകം, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം ഇവയ്ക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നത് ഈ പറയുന്ന വൈറ്റമിൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലാണ് ഏറ്റവും കൂടുതലായിട്ട് വൈറ്റമിൻ സി കാണപ്പെടുന്നത്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. ഓക്കെ, നമ്മൾ പറഞ്ഞു, അതായത് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി എന്ന് പറയുന്ന രോഗത്തിന് കാരണമെന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. അപ്പോൾ വൈറ്റമിൻ സി ഇല്ലാത്തപ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഈ പറയുന്ന നമ്മുടെ ത്വക്ക്, പല്ല്, മോണ, അതേപോലെ തന്നെ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ത്വക്കിനായാലും പല്ലിനായാലും മോണയ്ക്കായാലും രക്തകോശങ്ങൾക്കൊക്കെ എന്താണ് ആരോഗ്യം നൽകുന്ന വൈറ്റമിനാണ് ഏതെന്ന് പറയുന്നത് വൈറ്റമിൻ സി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളാണ് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില. അതായത് സിട്രസിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട് നിലവിൽ നമ്മൾ കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നമ്മൾ ആക്സിഡൻ്റൊക്കെ ഉണ്ടായി കിടക്കുന്ന രോഗികളെ കാണാനായിട്ട് പോകുമ്പോൾ സിട്രസിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പഴങ്ങൾ കൊണ്ടുവരാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓറഞ്ച്, അതേപോലെ തന്നെ മുന്തിരി, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ എന്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. അപ്പോൾ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് സഹായിക്കുന്നതും ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്നവ ബിയും സിയും, ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എ, ഡി, ഇ, കെ ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. വൈറ്റമിൻ എ എന്ന് പറയുന്നത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, മീനെണ്ണ എന്നിവയിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ്. കണ്ണ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിനാണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യമാണെന്ന് ഓർക്കുക. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ വൈറ്റമിൻ ബി ആണ് ധാന്യകം, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യമാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി ആണ് ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്കർവി എന്ന് പറയുന്ന രോഗം ഉണ്ടാവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത് നമുക്ക് എന്തൊക്കെയാണ് ജീവകങ്ങളെന്നും അവ മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാം ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും. PSC ഉറപ്പായും ഒരു ചോദ്യം ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും നമുക്ക് പഠിക്കാം. അതിനുശേഷം അവയുടെ അപര്യാപ്തത രോഗങ്ങളും നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വൈറ്റമിൻ എ എന്ന് പറയുന്നത്, ഓക്കെ, വൈറ്റമിൻ അതായത് ജീവകം എ എന്ന് പറയുന്നതിൻ്റെ രാസനാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെറ്റിനോളാണ്. ഓക്കെ, റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ജീവകം എ, റെറ്റിനോൾ. ഓക്കെ, ഇനി ജീവകം B1 അറിയപ്പെടുന്നത് തയാമിൻ. എൻ്റെ കൂടെ തന്നെ നിങ്ങളും എന്ത് ചെയ്തോ പഠിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് എഴുതിപ്പോക്കോ. അടുത്തത് ജീവകം B2 എന്ന് പറയുന്നതാണ് റൈബോഫ്ലാവിൻ. ഓക്കെ, റൈബോഫ്ലാവിൻ.
ഫ്ലാവിൻ. ജീവകം B2 റൈബോഫ്ലാവിൻ. അടുത്തത് ജീവകം B3 ആണ് എന്തെന്ന് പറയുന്നത്, യെസ്, നിയാസിൻ എന്ന് പറയുന്നതാണ് ജീവകം B3. ഓക്കെ, നിയാസിൻ അല്ലെങ്കിൽ ചിലപ്പോൾ നിക്കോട്ടിക് ആസിഡ് എന്നൊക്കെ പറയാറുണ്ട്, നിക്കോട്ടനിക് ആസിഡ്. ഓക്കെ, അടുത്തത് ജീവകം B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. പാൻറ്റോതെനിക് ആസിഡ് ആണ് എന്തെന്ന് പറയുന്നത്, B5 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജീവകം B6 എന്ന് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് പിരിഡോക്സിൻ ആണ്. ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ് ജീവകം B6 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പിരിഡോക്സിൻ. ഓക്കെ, പിരിഡോക്സിൻ ആണ് ജീവകം B6. അടുത്തത് ജീവകം B7 ആണ് ബയോട്ടിൻ. ഓക്കെ, ജീവകം B7 ബയോട്ടിൻ ആണ്. ഇനി ജീവകം B9 എന്താണെന്ന് ചോദിച്ചാൽ B9 ആണ് ഫോളിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ജീവകം B9 ആണ് ഫോളിക് ആസിഡ് B9. അടുത്തത് ജീവകം B12 ആണ് സൈനോകൊബാലമിൻ. എന്താണ്, സൈനോകൊബാലമിൻ ആണ് ജീവകം B12. അടുത്ത നമുക്കറിയാം ജീവകം C എന്ന് പറയുന്നത് അതാണ് അസ്കോർബിക് ആസിഡ്. ഓക്കെ, അസ്കോർബിക് ആസിഡ് ആണ് ജീവകം C എന്ന് പറയുന്നത്, അസ്കോർബിക് ആസിഡ്. ഇനി ജീവകം D എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കാൽസിഫെറോൾ ആണ് ജീവകം D. ജീവകം E ആണ് ടോക്കോഫിറോൾ. ഓക്കെ, ടോക്കോഫിറോൾ ആണ് ജീവകം E. അതേപോലെ തന്നെ ജീവകം K എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫില്ലോക്കിനോൻ ആണ് ജീവകം K എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും നിങ്ങളൊന്ന് പഠിക്കുക. ജീവകം A എന്നറിയപ്പെടുന്നത്, ജീവകം A ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, അതിൻ്റെ രാസനാമമാണ് റെറ്റിനോൾ. ജീവകം B1 ആണ് തയാമിൻ. ജീവകം B2 ആണ് റൈബോഫ്ലാവിൻ. ജീവകം B3 ആണ് നിയാസിൻ. ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്. ജീവകം B6 ആണ് പിരിഡോക്സിൻ. ജീവകം B7 ആണ് ബയോട്ടിൻ. ജീവകം B9 ആണ് ഫോളിക് ആസിഡ്. ജീവകം B12 സൈനോകൊബാലമിൻ. ജീവകം C ആണ് അസ്കോർബിക് ആസിഡ്. ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ് ജീവകം C എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ്. ജീവകം D ആണ് എന്തെന്ന് പറയുന്നത് കാൽസിഫെറോൾ. ജീവകം D കാൽസിഫെറോൾ. ജീവകം E ആണ് ടോക്കോഫിറോൾ. ജീവകം K ആണ് ഫില്ലോക്കിനോൺ. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇവയുടെ അപര്യാപ്തത രോഗങ്ങൾ കൂടി നമുക്ക് പഠിക്കണം. അപര്യാപ്തത രോഗങ്ങൾ. ജീവകം A ആണ്. ജീവകം Aയുടെ അപര്യാപ്തത രോഗം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് നിശാന്തത. ഓക്കെ, നിശാന്തത. അതേപോലെ തന്നെ സിറോഫ്താൽമിയ, കെരാറ്റോമലാസിയ. ഓക്കെ, കെരാറ്റോമലാസിയ, സിറോഫ്താൽമിയ, നിശാന്തത. ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് നിശാന്തതയും അതേപോലെ തന്നെ എന്താണ് സിറോഫ്താൽമിയയുമാണ്. സിറോഫ്താൽമിയ ആൻഡ് നിശാന്തതയാണ് ജീവകം എയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജീവകം B1ൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇതും ചോദിക്കാറുണ്ട്, ബെറിബെറി. ഓക്കെ, അപ്പോൾ ബെറിബെറി ആണ് ജീവകം B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. ഇനി ജീവകം B2ൻ്റെ അപര്യാപ്തത രോഗമാണ്, അതായത് ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗവും അതേപോലെ തന്നെ വളർച്ചാ മാന്ദ്യം. ഓക്കെ, അപ്പോൾ ത്വക്ക് സംബന്ധമായ രോഗം അല്ലെങ്കിൽ വളർച്ചാ മാന്ദ്യമാണ് B2. ഇനി B3, നമ്മുടെ ചോദ്യമായിരുന്നു B3, അതായത് പെല്ലഗ്ര. അതായത് ജീവകം B3യുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജീവകം B5. ഓക്കെ, ജീവകം B5ൻ്റെ അപര്യാപ്തത രോഗമാണ് പരസ്തേഷ്യ. ഓക്കെ, പരസ്തേഷ്യ ആണ് ജീവകം B5, പരസ്തേഷ്യ. ജീവകം B5 പരസ്തേഷ്യ. ഇനി ജീവകം B6 എന്താണെന്ന് ചോദിച്ചാൽ അനീമിയാണ്. ഓക്കെ, അപ്പോൾ ജീവകം B6 അനീമിയാണ്. ജീവകം B7 ഡെർമറ്റിസ്റ്റ്, അതേപോലെ തന്നെ എൻറ്ററൈറ്റീസ് ആൻഡ് ഡെർമറ്റൈറ്റീസ്. ഓക്കെ, അപ്പോൾ ഡെർമറ്റൈറ്റീസ് ആൻഡ് എന്താണ് എൻറ്ററൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത് B7 എന്ന് പറയുന്നത്. B9ൻ്റെ അപര്യാപ്തത രോഗമാണ് വിളർച്ച.
വിളർച്ച. എഴുതി വെച്ചോ, ഉറപ്പാണ് വിളർച്ച. ജീവകം B9. ഇനി B12 അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ ആണ് ഏതിൻ്റെ? B12. ഇനി ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. സ്കർവി. ഇനി ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോമലേസിയ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം. ഇനി ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. ഓക്കെ, വന്ധ്യതയാണ് ജീവകം ഇയുടെ. ഇനി ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം എന്ന് പറയുന്നത്. അപ്പോൾ രക്തസ്രാവമാണ് ജീവകം കെയുടെ അപര്യാപ്തത രോഗമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ പറഞ്ഞത് ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളുമാണ് ആദ്യം പറഞ്ഞത്. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ജീവകം എ അറിയപ്പെടുന്ന രാസനാമമാണ് റെറ്റിനോള്. ജീവകം B1 എന്ന് പറയുന്നത് തയാമിനാണ്. B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ. അതേപോലെ തന്നെ വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ ഡി ആണ് കാൽസിഫെറോൾ എന്ന് പറയുന്നത്, വൈറ്റമിൻ ഇ ആണ് ടോക്കോഫിറോൾ, വൈറ്റമിൻ കെ ആണ് ഫില്ലോക്കിന. ഇനി ഈ പറയുന്ന ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവകം എയുടെയാണ് എന്തെന്ന് പറയുന്നത്? യെസ്, നിശാന്തത. ജീവകം എ നിശാന്തത. അതേപോലെ തന്നെ സിറോഫ്താൽമിയാണ് ജീവകം എയുടെ അപര്യാപ്തത രോഗം. ജീവകം B1 ആണെങ്കിൽ ബെറുവരിയാണ്. ജീവകം B2 ആണെങ്കിൽ ഏതാണ്? ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ്. B2 ത്വക്ക് സംബന്ധമായ രോഗം, വളർച്ചാ മാന്ദ്യവും. B3 എന്ന് പറയുന്നത് പെല്ലഗ്രയാണ്. അതേപോലെ തന്നെ B5 അപര്യാപ്തത രോഗമാണ് പരസ്തേഷ്യ. B6 ആണെങ്കിൽ അനീമിയാണ്. B7 ആണെങ്കിൽ എന്താണ്? B7ൻ്റെ അപര്യാപ്തത രോഗം ഡെർമറ്റൈറ്റീസും എൻറ്ററൈറ്റീസുമാണ്. ഇനി B9 ആണെങ്കിൽ വിളർച്ചയാണ്. B9ൻ്റെ അല്ലെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി B12 നമ്മൾ പറഞ്ഞു പെർനീഷ്യസ് അനീമിയ. B12ൻ്റെ അഭാവം മൂലമുണ്ടാകുന്നതാണ് പെർനീഷ്യസ് അനീമിയ. ഇനി വൈറ്റമിൻ സി ആണ് സ്കർവി, വൈറ്റമിൻ ഡി കണ, വൈറ്റമിൻ ഇ വന്ധ്യത, വൈറ്റമിൻ കെ എന്ന് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ രക്തസ്രാവം. അതായത് നമ്മൾ മുറിവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഈ പറയുന്ന ഹിമോഫീലിയ. അതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന രക്തസ്രാവം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായി തന്നെ ഇതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ചോദ്യവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.